Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഡിറ്റർമിനൻസിലെ സെക്കൻഡ് ടോപ്പിക്കാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. ഈ സെക്ഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഷുവറായിട്ടും എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് ചോദിക്കാറുണ്ട്. അപ്പം എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ ഇപ്പോൾ കൂടുതലും ഫംഗ്ഷൻസ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഡിറ്റർമിനൻ്റിൻ്റെ അകത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the value of the determinant remains unchanged if its rows and columns are interchanged. അതായത് ഒരു തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂവിന് വ്യത്യാസമൊന്നും ചേഞ്ചൊന്നും വരില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ ഈ റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് അതിൻ്റെ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ്. അപ്പോൾ ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാം? That is, determinant A is equal to determinant of A transpose. എയുടെയും എ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനൻ്റ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 6 ഈ പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 6, വെരിഫൈ പ്രോപ്പർട്ടി 1 ഫോർ ഡെൽറ്റ. ഇവിടെ തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ് 2 - 3 5 6 0 4 1 5 - 7. 1 5 - 7. അപ്പോൾ ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂം ചെക്ക് ചെയ്യാം. അപ്പോൾ രണ്ടും നമുക്ക് സെയിം ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ എലോങ് ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ എലോങ് R1 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ എങ്ങനെയാണ് സൈൻ വരുന്നത്? എങ്ങനെയാണ്? പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ 2 ഇൻറ്റു അത് വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഈ റോയും കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0 ഇൻറ്റു -7 ദറ്റ് ഈസ് 0 മൈനസ് 4 ഇൻറ്റു 5 ദറ്റ് ഈസ് 20. 0 - 20 ഓൾറെഡി മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് 3 ഇൻറ്റു 3 വരുന്ന റോയും കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 3 വരുന്ന റോയും റോ സെയിം തന്നെ കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 ഇൻറ്റു -7 സോ -42 then -4 again plus 5 ഇൻറ്റു 5 വരുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 6 ഇൻറ്റു 5 ദറ്റ് ഈസ് 30 മൈനസ് 0 then 2 ഇൻറ്റു -20 ദറ്റ് ഈസ് -40 പ്ലസ് 3 ഇൻറ്റു -42 -4 -46 പ്ലസ് 5 ഇൻറ്റു 30 അല്ലെങ്കിൽ -40 minus 138 plus 150 or calculate ചെയ്യുമ്പോൾ കിട്ടും -40 - 138 പ്ലസ് 150 ചെയ്യുമ്പോൾ നമുക്ക് -28 കിട്ടും. സോ ഡെൽറ്റയുടെ വാല്യൂ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ -28 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്തായിരിക്കും ചെയ്യേണ്ടത്? ഈ പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാനായിട്ട് നെക്സ്റ്റ് നമ്മളിതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യും. അതായത് ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കും, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണും. പക്ഷേ അവിടെ നമുക്ക് എന്ത് തന്നെ ആയിരിക്കും വാല്യൂ കിട്ടേണ്ടത്? -28. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഡെൽറ്റ 1 ഡിനോട്ട് ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്ന ഡിറ്റർമിനൻസിൻ്റെ റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ എലമെൻറ്റ്സ് വരുന്നത് എങ്ങനെയാണ്? 2 6 1 -3 0 5 5 4 -7. ഇനി ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു എലോങ് R1 തന്നെ ഞാനിത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ എലോങ് R1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എങ്ങനെ സൈൻ വരുന്നത്? എങ്ങനെയാണ്? പ്ലസ് മൈനസ് പ്ലസ്. ഫസ്റ്റ് ഞാൻ 2 എടുക്കുമ്പോൾ 2 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0 ഇൻറ്റു -7 മൈനസ് 5 ഇൻറ്റു 4 അല്ലെങ്കിൽ 0 ഇൻറ്റു -7 0 തന്നെ വരും -20 അഗെയിൻ -6 ഇൻറ്റു സൈൻ നെഗറ്റീവ് ആണ് അവിടെ, അതുകൊണ്ട് -6 വന്നത്. 6 ഇൻറ്റു 6 വരുന്ന റോയും കോളവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -3 ഇൻറ്റു -7 ദറ്റ് ഈസ് 21 മൈനസ് 5 ഇൻറ്റു 5 25. ഇപ്പോൾ -25 പ്ലസ് 1 ഇൻറ്റു 1 വരുന്ന റോയും കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -3 ഇൻറ്റു 4 -12 മൈനസ് 0 ഇൻറ്റു 5 ദറ്റ് ഈസ് 0. ഇതിന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു -20 ദറ്റ് ഈസ് -40 ദെൻ -21 - 25 ദറ്റ് ഈസ് -4 -4 ഇൻറ്റു -6 വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് +24 ആകും. അതുപോലെ ലാസ്റ്റ് നമ്പർ -12 -40 പ്ലസ് 24 -12 24 - 12 12. സോ ദ ആൻസർ ഈസ് -28. നമുക്ക് ഡെൽറ്റ 1 എന്ത് തന്നെയാണ് കിട്ടിയത്? നേരത്തെ കിട്ടിയ ഡെൽറ്റ നമ്മൾ ചൂസ് ചെയ്ത ഫസ്റ്റ് തന്നിരിക്കുന്ന ആ ഡിറ്റർമിനൻ്റ് തന്നെയാണ് നമുക്ക് ഡെൽറ്റ 1ൻ്റെ വാല്യൂ കിട്ടിയത്. ദെർഫോർ
ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ, അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റും ഡെൽറ്റ 1 ആയിട്ട് നമ്മൾ ഏതായിരുന്നു എടുത്തത്, അതിൻ്റെ റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത ഡിറ്റർമിനൻറ്റും അത് രണ്ടും നമുക്ക് സെയിം ആയിട്ട് കിട്ടി. Therefore determinant A is equal to determinant of A transpose. Second property, any two rows or columns of a determinant are interchanged, then the sign of determinant changes. അതായത് ഒരു ഡിറ്റർമിനൻറ്റിലെ ഒന്നല്ലെങ്കിൽ രണ്ട് റോസ് തമ്മിലോ അല്ലെങ്കിൽ കോളംസ് തമ്മിലോ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂവിൻ്റെ സൈൻ മാത്രമേ ചേഞ്ച് വരുള്ളൂ. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. അത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ വെരിഫൈ ചെയ്യാം. എക്സാമ്പിൾ 7 കഴിഞ്ഞ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 2 - 3 5 6 0 4 1 5 - 7. ഇത് തന്നെയായിരുന്നു എക്സാമ്പിൾ 6ലെയും ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ ഡയറക്റ്റ് എഴുതാം. എത്രയാണ് അവിടെ നമുക്ക് ആൻസർ കിട്ടിയത് -28 ആയിരുന്നു. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു -28. ഇനി അടുത്തത് ഞാൻ ഇതിൻ്റെ അകത്ത് രണ്ട് റോസ് തമ്മിൽ R1ഉം R2ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. അതാണ് ഡെൽറ്റ 1. വെൻ R1 ഇൻ്റർചേഞ്ച് ടു R2 ദെൻ ഡെൽറ്റ 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 6 0 4 2 - 3 5 തേർഡ് റോ അങ്ങനെ തന്നെ 1 5 - 7. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് ചെയ്ത് നോക്കാം. ഇതും എലോങ് ഫസ്റ്റ് റോ തന്നെ ഞാൻ എലോങ് R1 തന്നെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുവാണ്. ദെൻ വട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ 1? 6 ഇൻറ്റു, ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് മൈനസ് പ്ലസ് ആണ് സൈൻ വരുന്നത്. 6 ഇൻറ്റു 6 വരുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്താൽ -3 ഇൻറ്റു -7 ദറ്റ് ഈസ് 21 -5 ഇൻറ്റു 5 25 21 - 25 -0 ഇൻറ്റു ഇനി നമ്പർ ഇസ് 0, സോ അത് ഞാൻ എഴുതുന്നില്ല. പ്ലസ് 4 ഇൻറ്റു 4 വരുന്ന റോയും കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 5 ദറ്റ് ഈസ് 10 -1 ഇൻറ്റു -3 ദറ്റ് ഈസ് +3. സോ 6 ഇൻറ്റു 21 - 25 -4 -0 that is 0 plus 4 into 13. 6 into -4 minus 24 plus 4 into 13 that is 52. Minus 24 plus 52 is 28. 28. അപ്പോൾ നമുക്ക് ഡെൽറ്റ 1 എന്താ കിട്ടിയത്? 28. ഡെൽറ്റ എന്തായിരുന്നു? ഡെൽറ്റ -28 ആയിരുന്നു. അപ്പോൾ നോക്കിയേ, രണ്ട് റോസ് ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൻസറിൽ ഒരു നെഗറ്റീവ്, ഇവിടെ -28ന് പകരം നമുക്കിവിടെ ഡെൽറ്റ 1 28 എന്നാണ് കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം? Therefore ഡെൽറ്റ 1 is equal to മൈനസ് ഓഫ് ഡെൽറ്റ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ വെരിഫൈ ചെയ്തു. രണ്ട് റോസോ ഇതിപ്പോൾ രണ്ട് കോളം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. When two rows or columns are interchanged, then the sign of the determinant changes. സൈന് മാത്രമേ വ്യത്യാസം വരുള്ളൂ, വാല്യൂ സെയിം തന്നെയായിരിക്കും. Third property, if any two rows or columns of a determinant are identical, then the value of the determinant is 0. ഏതെങ്കിലും രണ്ട് റോയോ കോളമോ ഐഡൻറ്റിക്കൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് റോയും തേർഡ് റോയും ഈക്വലാണ്. R1 R2 സിമിലർ ആണ്. സോ ഇതിൻ്റെ വാല്യൂ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് എന്താ വരേണ്ടത്? 0 ആണ് വരുന്നത്. നമുക്കപ്പോൾ ചെക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ 8 പ്രോപ്പർട്ടി 3 വെരിഫൈ ചെയ്യാനുള്ളതാണ്. നമുക്ക് ചെയ്ത് നോക്കാം. അത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഞാൻ എലോങ് R1 തന്നെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എലോങ് R1 ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡയഗണൽ എലിമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 6 3 ഇൻറ്റു 2 6 മൈനസ് 6 ദെൻ -2 ഇൻറ്റു 2 വരുന്ന റോയും കോളവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 3s are 6 മൈനസ് 3 3s are 9 പ്ലസ് 3 ഇൻറ്റു ലാസ്റ്റ് എലിമെൻറ്റ് 3 ഇൻറ്റു 3 വരുന്ന റോയും കോളവും കട്ട് ചെയ്താൽ 2 2s are 4 മൈനസ് 3 ഇൻറ്റു 2 6 ദെൻ 3 ഇൻറ്റു 6 മൈനസ് 6 0 minus 2 into 6 minus 9 that is minus 3 plus 3 into 4 minus 6 that is minus 2 plus 6 so 3 into minus 2 minus 6 minus 6 that is 0. അപ്പോൾ നോക്കി ഇവിടെ ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഈ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, ഏതെങ്കിലും രണ്ട് റോസോ അല്ലെങ്കിൽ കോളംസോ ഐഡൻറ്റിക്കലായിട്ട് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻ്റ് വാല്യൂ 0. അപ്പോൾ പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ ഡിറ്റർമിനൻ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഐഡൻറ്റിക്കലായിട്ട് കാണുമ്പോൾ തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ തന്നെ നമുക്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ആൻസർ 0. ഇതിൻ്റെ ഒരു സബ്ബായിട്ട് വരുന്ന ഒരു റിസൾട്ട് എന്ന് പറയാവുന്നത്, ഇപ്പോൾ ഈ അതായത് ഇങ്ങനെ ഈക്വൽ ഐഡൻറ്റിക്കൽ ആവണമെന്ന് തന്നെ നിർബന്ധമില്ല, പ്രൊപ്പോർഷണൽ ആണെങ്കിലും മതി. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഡെൽറ്റ 1 എന്ന് പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് റോയെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്.
ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത് 6, 4, 6. ബാക്കി സെക്കൻഡ് ആൻഡ് തേർഡ് റോ അത് തന്നെ. ഇപ്പോൾ 2, 2, 3, 3, 2, 3. ഇതാണ് നമ്മുടെ ഡിറ്റർമിനൻ്റ് എങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0. കാരണം ഇവിടെ R1 പ്രൊപ്പോർഷണൽ ടു R3 ആണ്. ഫസ്റ്റ് റോയും തേർഡ് റോയും പ്രൊപ്പോർഷണൽ ആണ്. എലമെൻറ്റ്സ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. 6/3 ദറ്റ് ഈസ് 2, 4/2 ദറ്റ് ഈസ് 2, 6/3 അത് പിന്നെയും 2 ആണ്. അപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് R1ഉം R3യും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ആ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ രണ്ട് റോസോ കോളംസോ ഐഡൻറ്റിക്കൽ ആയാലും അതുപോലെ തന്നെ റോസോ കോളംസോ തമ്മിൽ പ്രൊപ്പോർഷണൽ ആയാലും വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് നമുക്ക് ആൻസർ എന്ത് എഴുതാൻ പറ്റും? 0. തേർഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ 0 എന്ന് എഴുതാൻ പറ്റും. ഫോർത്ത് പ്രോപ്പർട്ടി, if each element of a row or column of a determinant is multiplied by a constant k, then its value gets multiplied by k. അതായത് ഇപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡിറ്റർമിനൻ്റ് നമുക്കുണ്ട്. A1 B1 C1, A2 B2 C2, A3 B3 C3. ഡെൽറ്റ 1 എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് എന്താ? ഡിറ്റർമിനൻ്റ് KA1, KB1, KC1, A2 B2 C2, A3 B3 C3. അതായത് ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് റോയെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ് ഡെൽറ്റ 1 എന്ന് പറയുന്നത്. ബാക്കി R2ഉം R3യും സെയിം തന്നെ. ഫസ്റ്റ് റോയെ ഡെൽറ്റ 1ലെ ഫസ്റ്റ് റോയിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം നമുക്കിവിടുന്ന് ഈ ഫസ്റ്റ് റോയ്ക്കകത്തുനിന്ന് നമുക്ക് k കോമൺ എടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു റോയിൽ ഫുള്ളായിട്ട് നമുക്കൊരു കോമൺ എലമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ മെട്രിക്സിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഇങ്ങനെ കോമൺ എടുത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ എല്ലാ എലമെൻറ്റ്സും ഇപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ എൻട്രീസും ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് 2 കോമൺ എടുക്കാൻ പറ്റും. എല്ലാ എലമെൻറ്റ്സിൻ്റെ അകത്തുനിന്നും കോമൺ ഉണ്ടെങ്കിലേ മെട്രിക്സിൽ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഡിറ്റർമിനൻ്റ് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ഫുൾ റോയിലോ അല്ലെങ്കിൽ ഒരു ഫുൾ കോളത്തിലോ ഒരു കോമൺ നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് ഡിറ്റർമിനൻ്റ് വാല്യൂവിൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. സോ k ഇൻറ്റു ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും വരുന്നത്? A1 B1 C1, A2 B2 C2, A3 B3 C3. അതായത് k ഇൻറ്റു എന്ത് തന്നെയാണ് കിട്ടുന്നത്? ഫസ്റ്റ് ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് തന്നെ നമുക്ക് കിട്ടി. ആ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. k ഇൻറ്റു ഡെൽറ്റ. സോ ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു സം k ഇൻറ്റു ഡെൽറ്റ എന്ന് വന്നു. അപ്പോൾ തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ് അകത്ത് ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ, കോമൺ നമ്പർ ഏതെങ്കിലും ഒരു റോയിലോ കോളത്തിലോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ നമ്പർ ഇൻറ്റു ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ മതിയാവും. അതാണ് ഫോർത്ത് പ്രോപ്പർട്ടി. ഇനി നമുക്ക് ആ റിസൾട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 9, ഇവാലുവേറ്റ് ഡിറ്റർമിനൻ്റ് 102, 18, 36, 1, 3, 4, 17, 3, 6. ഇപ്പം ഞാൻ ഈ ഡിറ്റർമിനൻ്റിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 102 എന്നുള്ളതിനെ നമുക്ക് 6 ഇൻറ്റു 17 എന്ന് എഴുതാം. 6 ഇൻറ്റു 17. അതുപോലെ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 6 ഇൻറ്റു 3 എന്ന് എഴുതാം. 36 എന്ന് പറയുന്നത് 6 ഇൻറ്റു 6 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നിന്നെല്ലാം 6 നമുക്കിപ്പോൾ കോമൺ എടുക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി 2 റോസ് അങ്ങനെ തന്നെ 1, 3, 4 ആൻഡ് 17, 3, 6. ഇനി നോക്കിയേ, ഫസ്റ്റ് റോയ്ക്കകത്തുനിന്ന് നമുക്ക് ഏത് കോമൺ എടുക്കാം? 6. അതായത് നമ്മളതായിരുന്നു പ്രോപ്പർട്ടി പറഞ്ഞത്. ഏതെങ്കിലും ഒരു റോയിലോ കോളത്തിലോ നമുക്കൊരു കോമൺ നമ്പർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു റോയിലോ കോളത്തിലോ ഉണ്ടായാൽ മതി. അവിടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 6 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്തൊക്കെയായിരിക്കും? ഡിറ്റർമിനൻ്റ് അകത്ത് വരുന്നത് 17, 3, 6, 1, 3, 4, 17, 3, 6. നോക്കിയേ, ഹിയർ R1 ആൻഡ് R3 ആർ ഐഡൻറ്റിക്കൽ. R1ഉം R3 ഐഡൻറ്റിക്കലാണ്. അത്രയും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ 0 ആണെന്ന് പറയാം. 6 ഇൻറ്റു 0 ദറ്റ് ഈസ് 0. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ റിസൾട്ട് 6 കോമൺ എടുത്തിട്ട് വന്നപ്പോഴാണ് നമുക്കിവിടെ ഐഡൻറ്റിക്കൽ ആണെന്ന് കിട്ടിയത്. അപ്പോൾ 6 ഇൻറ്റു 0 0 ആയ, അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് R1ഉം R3യും പ്രൊപ്പോർഷണൽ ആണെന്ന്, ആ രണ്ട് പ്രോപ്പർട്ടിയും നമുക്കിവിടെ യൂസ് ചെയ്യാം. സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ വിത്തൗട്ട് വലിയ നമ്പേഴ്സ് ആണത് ഫുൾ എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് 0 എന്നുള്ള ആൻസർ കിട്ടി. ഫിഫ്ത്ത് പ്രോപ്പർട്ടി, if some or all elements of a row or column of a determinant are expressed as sum of 2 or more terms, then the determinant can be expressed as sum of the 2 or more determinants. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നുണ്ടോ? ഡിറ്റർമിനൻ്റ് അകത്ത് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് 2 ടേംസിൻ്റെ സമ്മായിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതായത് A1 പ്ലസ് ലാംഡ 1, A2 പ്ലസ് ലാംഡ 2, A3 പ്ലസ് ലാംഡ 3. അതാ അവർ പറഞ്ഞേക്കുന്നത് sum or all elements of a row or column of a determinant are expressed as sum of 2 or more terms.
ഇവിടെ നമുക്ക് സം ഓഫ് ടു ടേംസ് ആയിട്ടാണ് ഫസ്റ്റ് റോ ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഈ ഡിറ്റർമിനന്റിനെ തന്നെ എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ടു ഓർ മോർ ഡിറ്റർമിനൻറ്റ്സ്. അതായത് ഞാനിത് എഴുതി കാണിക്കാം. ഇതിനെ ഒന്നോ അതിൽ കൂടുതലോ ഡിറ്റർമിനൻസിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഇതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ സമ്മായിട്ട് എഴുതി കാണിക്കാം. ദറ്റ് ഈസ് A1 A2 A3 B1 B2 B3 C1 C2 C3 ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ്, അത് പ്ലസ് സെക്കൻഡ് ഡിറ്റർമിനൻറ്റിലെ ഫസ്റ്റ് റോ λ1 λ2 λ3. അതുപോലെ തന്നെ ബാക്കി രണ്ട് റോസും സെയിം തന്നെ, B1 B2 B3 ആൻഡ് C1 C2 C3. അപ്പോൾ തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റിലെ എലമെൻറ്റ്സ് ടു ഓർ മോർ ടേംസിൻ്റെ സമ്മായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ടു ഓർ മോർ ഡിറ്റർമിനൻസിൻ്റെ സമ്മായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അതാണ് ഫിഫ്ത്ത് പ്രോപ്പർട്ടി. ഈ എക്സാമ്പിൾ 10 നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ: ഷോ ദാറ്റ് ഡിറ്റർമിനൻറ്റ് എ ബി സി സെക്കൻഡ് റോ A plus 2x B plus 2y C plus 2z ആൻഡ് XYZ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഈ സെക്കൻഡ് റോയെ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് സം ഓഫ് ടു ടേംസ് ആയിട്ടാണ് കിടക്കുന്നത്. A plus 2x B plus 2y C plus 2z. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുക. ബാക്കി ഈ രണ്ട് റോയും സെയിം തന്നെ. അപ്പോൾ ഫസ്റ്റ് എങ്ങനെ ഇതിനെ എഴുതുന്നത്? ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഇതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് റോ എ ബി സി, സെക്കൻഡ് റോ എ ബി സി, തേർഡ് റോ XYZ പ്ലസ് ഈ റോയിലെ സം ഓഫ് ടു ടേംസിനെ ഞാൻ രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മായിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്യുവാണ്. സെക്കൻഡ് ഡിറ്റർമിനൻറ്റ് വരുമ്പോൾ ഫസ്റ്റ് റോ എ ബി സി തന്നെ, സെക്കൻഡ് റോ എന്ത് വരും? 2x 2y 2z, 2x 2y 2z, തേർഡ് റോ XYZ. ഇനി ഈ ഡിറ്റർമിനൻറ്റ് നോക്കിക്കേ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് നോക്കിയാൽ 2 ഐഡൻറ്റിക്കൽ റോസ് അല്ലേ, R1 ഐഡൻറ്റിക്കൽ ടു R2. അപ്പം നമ്മൾ റിസൾട്ട് പഠിച്ചായിരുന്നു, രണ്ട് ഐഡൻറ്റിക്കൽ റോസ് വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താണ് വരുന്നത്? 0. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. സോ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ആൻസർ 0 എന്ന് എഴുതാം. പ്ലസ് ഇനി ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ 2x 2y 2z XYZ അത് പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. 2x by x ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ്, 2y by y ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് കിട്ടുന്നത്, 2z by z ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് കിട്ടുന്നത്. സോ ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആണ്. സോ അതുകൊണ്ടും നമുക്ക് എന്താ ആൻസർ എഴുതാം? അവിടെയും ഇത് 2 കോമൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും XYZ വരും. പിന്നെ അപ്പോൾ അവിടെ നമുക്ക് 2 ഐഡൻറ്റിക്കൽ റോസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ യൂസിങ് ദാറ്റ് പ്രോപ്പർട്ടി നമുക്ക് ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ വിത്തൗട്ട് എക്സ്പാൻഡിങ് ആൻസർ എന്താ എഴുതാം? 0. സോ 0 + 0 ആൻസർ ഈസ് 0. നോക്കിയേ, ഇവിടെ നമ്മൾ ഒന്നും എക്സ്പാൻഡ് ചെയ്തൊന്നുമില്ല. ആ രണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്ത്, അതായത് ഐഡൻറ്റിക്കൽ റോസിൻ്റെ ആ പ്രോപ്പർട്ടിയും പിന്നെ ഇവിടെ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതാമെന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ 0 എന്ന് കിട്ടും. Sixth property, the value of the determinant remains same if we apply the operations Ri changes to Ri plus KRJ or Ci changes to Ci plus KCJ. അതായത് റോയിലും കോളത്തിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുൾ റോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുൾ കോളത്തിലോ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു റോയോ ആയിട്ട് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവില്ല. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. അതായത് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 11 നമുക്ക് നോക്കാം. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് A plus B A plus B plus C 2A 3A plus 2B 4A plus 3B plus 2C 3A 6A plus 3B 10A plus 6B plus 3C അത് ഈക്വൽ ടു A³ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇത് ഡയറക്റ്റ്ലി എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടുത്തെ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇത് A, ഇവിടെ 2A. അപ്പോൾ ഈ എയുടെ മുമ്പിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2A ആവും. ദെൻ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ഒരു എലമെൻറ്റ് 0 ആയിട്ട് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്താലും ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ വ്യത്യാസം വരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് കൊടുക്കേണ്ടത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈയിങ് R2 ചേഞ്ചസ് ടു, എപ്പോഴും ഇപ്പോൾ R2നെയാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ R2 ചേഞ്ചസ് ടു R2 മൈനസ് അല്ലെങ്കിൽ പ്ലസ്. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ചെയ്താൽ ഇവിടെ 0 വരുള്ളൂ. മാക്സിമം സീറോസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ സീറോസ് ഏതെങ്കിലും ഒരു ഫുൾ കോളത്തിലോ റോയിലോ സീറോസ് ആക്കാൻ പറ്റുമെങ്കിൽ, അറ്റ്ലീസ്റ്റ് രണ്ട് എലമെൻറ്റ്സെങ്കിലും 0 ആക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ R2 മൈനസ് 2 × R1. ഇവിടെ എന്താ ഞാൻ ചെയ്യുന്നത്?
R2നെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നു? R2 മൈനസ് R2 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ഇവിടെ 2a ആണ്. 2a മൈനസ് 2 ഇൻറ്റു R1 എന്ന് പറയുമ്പം ഇവിടെ എനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും 2a ആവും. ദെൻ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ എലമെന്റ് നമുക്ക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതുപോലെ തന്നെ നമുക്ക് ഈ തേർഡ് റോയെ എന്ത് അപ്ലൈ ചെയ്യാം? R3 ചേഞ്ചസ് ടു എങ്ങനെ വരും? R3 ചേഞ്ചസ് ടു R3 മൈനസ് ഫസ്റ്റ് റോയിലെ ഈ എലമെന്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ 3a മൈനസ് 3a, അപ്പോഴും ഈ എലമെന്റ് നമുക്ക് 0 ആയിട്ട് എഴുതാം. അപ്പോൾ R3 മൈനസ് 3 R1. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി ഇവിടെയും ആ ചേഞ്ച് തന്നെ വരും. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു റോയോ കോളമോ അതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സെങ്കിലും 0 ആക്കാനായിട്ട് എന്താണോ അപ്ലൈ ചെയ്യേണ്ടത് അതാണ് ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇത് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ്? സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റത്തെ റോയിൽ വ്യത്യാസമൊന്നുമില്ല, അത് എ പ്ലസ് ബി, എ പ്ലസ് ബി പ്ലസ് സി തന്നെയാണ്. ഇനി സെക്കൻഡ് റോ എന്തായിട്ടാണ് മാറുന്നത്? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 0 വരും. കാരണം എന്താ? R2 മൈനസ് എന്ന് പറയുമ്പോൾ 2a മൈനസ് 2a മൈനസ് 2 ഇൻറ്റു R1. അപ്പോൾ എ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെന്റ് 0 കിട്ടി. ഇനി സെക്കൻഡ് എലമെന്റോ 3a മൈനസ് 2b, അതായത് R2 എന്ന് പറയുന്നത് 3a മൈനസ് 2b. നമുക്കിവിടെ അത് ചെയ്ത് നോക്കാം. 3a പ്ലസ് 2b മൈനസ് 2 ഇൻറ്റു R1 a പ്ലസ് ബി ആണ്. അപ്പോൾ അതവിടെ എഴുതാം, a പ്ലസ് ബി. ദെൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 3a പ്ലസ് 2b മൈനസ് 2a മൈനസ് 2b. ഇവിടെ നോക്കിയാൽ 2b ക്യാൻസൽ ആവും. 3a മൈനസ് 2a ദറ്റ് ഈസ് a. അപ്പോൾ ഈ എലമെന്റ് നമുക്ക് a ആയിട്ട് കിട്ടും. സിമിലർലി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴോ R2 മൈനസ് 2R1. R2 എന്ന് പറയുന്ന ഇവിടുത്തെ എലമെന്റ് 4a. റോയിലെ സെക്കൻഡ് റോയിലെ എല്ലാ എലമെന്റ്സിലും ഈ സെയിം ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. 3b പ്ലസ് 2c മൈനസ് 2 ടൈംസ് അതിൻ്റെ കറസ്പോണ്ടിംഗ്ലി തൊട്ട് മുകളിൽ വരുന്ന എലമെന്റ്, അത് a പ്ലസ് ബി പ്ലസ് സി. 4a പ്ലസ് 3b പ്ലസ് 2c മൈനസ് 2 ഇൻറ്റു a പ്ലസ് ബി പ്ലസ് സി. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 4a മൈനസ് 2a ദറ്റ് ഈസ് 2a ആൻഡ് 3b മൈനസ് 2b ദറ്റ് ഈസ് b ആൻഡ് പ്ലസ് 2c മൈനസ് 2c ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2a പ്ലസ് b എന്ന് കിട്ടും. സിമിലർലി ഈ ചേഞ്ച് അപ്ലൈ ചെയ്യുമ്പോഴോ R3 ചേഞ്ചസ് ടു R3 മൈനസ് 3R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് റോ മൈനസ് 3 ഇൻറ്റു ഫസ്റ്റ് റോ ചെയ്യുക. അപ്പോൾ 3a മൈനസ് 3 ഇൻറ്റു a ദറ്റ് ഈസ് 3a. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് നമുക്ക് 0 കിട്ടി. സിമിലർലി ഇവിടെ എല്ലാ ഓപ്പറേഷൻ തന്നെ അപ്ലൈ ചെയ്യുക. 6a പ്ലസ് 3b മൈനസ് 3 ഇൻറ്റു a പ്ലസ് ബി. അപ്പോൾ എന്താ വരുന്നത്? 6a മൈനസ് 3a ദറ്റ് ഈസ് 3a വരും. സെക്കൻഡ് എലമെന്റ് 0 ആയി പോകും. ലാസ്റ്റ് 10a പ്ലസ് 6b പ്ലസ് 3c മൈനസ് 3 ഇൻറ്റു ബ്രാക്കറ്റിൽ a പ്ലസ് ബി പ്ലസ് സി. അതും കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 7a പ്ലസ് 3b. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളത്തിലെ 2 എലമെന്റ്സ് 0 ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എങ്ങനെയത് ഓപ്പൺ ചെയ്യുന്നത്? എല്ലാം ഫസ്റ്റ് കോളമാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈൻ എങ്ങനെയാണ് വരുന്നത്? പ്ലസ് മൈനസ് പ്ലസ് എന്നാണ് എടുക്കുന്നത്. അപ്പോൾ a ഇൻറ്റു ഇത് രണ്ടും ഓൾറെഡി 0 ആയതുകൊണ്ട് ഫസ്റ്റ് എലമെന്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. a വരുന്ന റോയും കോളവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ആ 2/2 മെട്രിക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. a ഇൻറ്റു 7a പ്ലസ് 3b മൈനസ് 2a പ്ലസ് b ഇൻറ്റു 3a. ദെൻ a ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 7a സ്ക്വയർ പ്ലസ് 3ab മൈനസ് 6a സ്ക്വയർ മൈനസ് 3ab. അല്ലെങ്കിൽ a ഇൻറ്റു 7a സ്ക്വയർ മൈനസ് 6a സ്ക്വയർ ദറ്റ് ഈസ് a സ്ക്വയർ പ്ലസ് 3ab മൈനസ് 3ab. ഇത് രണ്ടും ക്യാൻസൽ ആവും. സോ a ഇൻറ്റു a സ്ക്വയർ ദറ്റ് ഈസ് a ക്യൂബ്. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. ഡിറ്റർമിനന്റ് വാല്യൂ a ക്യൂബ്. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് a ക്യൂബ് എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഡയറക്റ്റ് ഇത് എക്സ്പാൻഡ് ചെയ്താൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഇതിൻ്റെ ആൻസർ കിട്ടാനായിട്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. പക്ഷേ ഈ പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്തിട്ട് എവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും റോസിലെയോ കോളത്തിലെയോ എലമെന്റ്സ് 2 എണ്ണമെങ്കിലും 0 ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഒരു 3 പ്രോപ്പർട്ടീസും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് a ഈക്വൽ ടു matrix aij is a diagonal matrix of order n greater than or equal to 2,
then determinant A is equal to A11 into A22 into A33 into etc. ANN. എന്തായിരുന്നു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ നോൺ സീറോ ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡയഗണൽ എൻട്രീസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആ ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി, ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ, എയും ബിയും സെയിം ഓർഡറിലുള്ള രണ്ട് സ്ക്വയർ മെട്രിസസ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് എ ബി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ബി. എ ബി തമ്മിൽ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുന്നതും സെപ്പറേറ്റ് ഡിറ്റർമിനൻറ്റ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും രണ്ടും ഈക്വൽ ആയിരിക്കും. ആൻഡ് തേർഡ് വൺ, ഇത് ഓൾറെഡി ഞാൻ തന്നിട്ടുള്ളതാണ്. ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ, കെ ബി എനി സ്കെയിലാർ, ദെൻ ഡിറ്റർമിനൻറ്റ് കെ എ ഇസ് ഈക്വൽ ടു കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. കെ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലിമെൻസിൻ്റെയും കൂടെ കെ മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ ഡിറ്റർമിനൻറ്റ് നമ്മൾ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു റോയിലോ കോളത്തിലോ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ ഓർഡറിലുള്ള ഒരു മെട്രിക്സിൻ്റെ അകത്ത് നിന്ന് എല്ലാ റോയിൽ നിന്നും കെ പുറത്തേക്ക് എടുക്കുമ്പോൾ എത്ര ടൈംസ് പുറത്തേക്ക് എടുക്കണം? എൻ ടൈംസ്. അതുകൊണ്ടാണ് അത് കെ റേസ് ടു എൻ എന്ന് വന്നത് റിസൾട്ട്. സോ ഡിറ്റർമിനൻറ്റ് കെ എ ഇസ് ഈക്വൽ ടു കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഈ റിസൾട്ട് ഓർത്തിരിക്കുവാണെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള, ഈ പ്രോപ്പർട്ടീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.